സഹോദരങ്ങളെ, യുവജനങ്ങളെ, കാറ്റഗിസം ടീച്ചേഴ്സ്, പ്രിയ കുട്ടികളെ, ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാള് നമ്മൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയാണ്. നമ്മൾ ചെറുപ്പം മുതലേ ഒക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. മുതിർന്നവരാണെങ്കിൽ നാട്ടിൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ചെറുപുഷ്പം, മിഷൻ ലീഗ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളവർക്ക് കൊച്ചുത്രേസ്യയെ പരിചിതമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ലിസ്യൂവിലാണ് ജനിച്ചത്. അവളുടെ അപ്പൻ ഒരു പട്ടുവ്യാപാരിയായിരുന്നു. വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ചില സഹോദരങ്ങൾക്കൊപ്പം അപ്പനോടും അമ്മയോടും ഒക്കെ ഒപ്പം സ്നേഹപൂർവ്വം ജീവിച്ചു വന്ന കാലഘട്ടങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് ചെറുപ്പത്തിൽ തന്നെ ഏകദേശം 3-4 വയസ്സിൽ അവരുടെ അമ്മ ആകസ്മികമായിട്ട് മരണം മൂലം വേർപെട്ടു പോവുകയാണ്. അങ്ങനെ അമ്മ നഷ്ടപ്പെട്ട വിഷമത്തില് അപ്പന്റെ തണലില് സഹോദരന്മാരുടെ പരിപാലനയിൽ വളർന്നു വരുന്ന കൊച്ചുത്രേസ്യയുടെ ജീവിതത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴും ഈ അമ്മ നഷ്ടപ്പെട്ട വേദനയിലും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണുവാനായിട്ട് കൊച്ചുത്രേസ്യയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവളുടെ മൂത്ത സഹോദരിയായിരുന്ന പൗളിൻ മേരി ആയിരുന്നു ഈ അമ്മ നഷ്ടപ്പെട്ടപ്പോഴും കുറച്ചൊക്കെ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അവളെ ഒരു അമ്മയെ എന്നതുപോലെ ഉള്ള ശുശ്രൂഷകൾ അവൾക്ക് നൽകി. അവളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അവളെ പരിപാലിച്ചത് പൗളിൻ എന്ന് പറഞ്ഞ സഹോദരിയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ സഹോദരിയും സന്യാസ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് സിസ്റ്റർ ആകുവാനായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ഈ കൊച്ചുത്രേസ്യയ്ക്ക് വീണ്ടും ഒരു വിഷമവുമായി. തന്റെ അമ്മ നഷ്ടപ്പെട്ടു, അമ്മയുടെ സ്ഥാനത്ത് കരുതിയിരുന്ന പൗളിൻ ചേച്ചിയും പോയി എന്നുള്ളൊരു വിഷമത്തിൽ ഒക്കെ അവൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ അവൾക്കും ഒരു ചിന്ത വരുവാണ്. അവൾക്കും സന്യാസ ജീവിതം എന്നുള്ള ആ ഒരു ചിന്ത അവളുടെ മനസ്സിൽ കടന്നു വന്നു. അവൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കൊച്ചുത്രേസ്യയെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ കൊച്ചുത്രേസ്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സന്യാസ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോഴും വളരെ സംയമനത്തോടെ, ശാന്തതയോടുകൂടി, ഒരു ചെറുപുഞ്ചിരിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും നോക്കിക്കാണുവാനായിട്ട് ഈ വിശുദ്ധയ്ക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അവളുടെ ജീവിത വിശുദ്ധി എന്നുള്ളത്. ഈ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ രസകരമായിട്ടുള്ള ഒരു സംഭവം ഓർത്തു പോകുന്നത് ഇതാണ്.